പിഞ്ചു പൈതങ്ങൾക്കായി ലോകം തിരിച്ചുകൊണ്ട് ദൈവം ചോദിച്ചിടുന്നു. പിഞ്ചോമന പോൽ കളങ്കമില്ലാത്തൊരു മനസ്സിൽ എനിക്കായി നീ ആരാധനാലയം പണിയുക. കോടികൾ വിലയുള്ള കല്ലുകൾ പതിച്ച ഗേഹങ്ങൾ എനിക്കെന്തിന്? പാവങ്ങളുടെ ദുഃഖിതന്റെ ആശ്രയമില്ലാത്തോരുടെ നാഥനാണെൻ ദൈവം.
നമുക്ക് മുറ്റത്ത് കളിക്കാം. മിനിക്കുട്ടിയെ വിളിച്ചോ. മിനിക്കുട്ടി, മിനിക്കുട്ടി. കഴിഞ്ഞ വെക്കേഷന് നമ്മൾ ഒന്നിച്ചു കൂടിയതല്ലേ, അന്ന് എന്ത് രസമായിരുന്നു. നമ്മളിന്നൊരു മാവ് നട്ടത് ഓർമ്മയില്ലേ? അത് ഇത്ര വലുതായോ? പക്ഷേ മാമ്പഴമൊന്നും ഇതുവരെ ഉണ്ടായില്ല. നല്ല മധുരമുള്ള മാമ്പഴം ഉണ്ടാകുമെന്നാണ് അമ്മച്ചി പറയുന്നത്. വേഗം ഉണ്ടായാലും മതിയായിരുന്നു. എനിക്ക് എറണാകുളത്ത് കൊണ്ടുപോകണം. എറണാകുളത്ത് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഭയങ്കര ബോറാണ്. രാത്രി കൊതുകടി കാരണം പുറത്തിറങ്ങാൻ പോലും പറ്റില്ല. ഈ കൊച്ചിൻ മെട്രോ പണി കാരണം ഇപ്പോൾ ഇവിടെ ഔട്ടിങ്ങിന് പോകാൻ പോലും പറ്റില്ല. ബ്ലോക്ക് ഒന്നുകൂടി കൂടി. മഴ വന്നു, വാ നമുക്ക് മഴയിൽ കളിക്കാം. പനി പിടിക്കും. അയ്യേ, ആ ചക്ക പഴുത്തിട്ടില്ല. ഇതെന്താ ഇത്? അതെ, ഇത് റബ്ബർ ഷീറ്റാണ്. നീ ഒട്ടുകാരെ കണ്ടിട്ടുണ്ടോ? കാണിച്ചു തരാം. ഇതെന്താ? ഇതാണ് ഒട്ടുകറ. ഇതെന്താ ബർഗറോ? പാവച്ചി അവിടെ എന്തോ ചെയ്യുകയാണല്ലോ. വാ നമുക്ക് പോയി നോക്കാം. പാവച്ചി അവിടെ എന്ത് ചെയ്യുവാ? പാവച്ചി അവിടെ കോട്ട് ക്ലീൻ ആക്കുകയായിരുന്നു. ഇതിൽ നിറയെ മീനുകൾ ഉണ്ടായിരുന്നു. ആ കള്ളക്കൂട്ടം താറാവുകൾ ഇതെല്ലാം തിന്നു തീർത്തു. ബ്ലാക്ക് മോളി, കെപ്പി, പ്ലാറ്റി ഇതെല്ലാം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇത് കുറച്ചേ ഉള്ളൂ.
പയറാണോ? എന്ത് പയറാ? പയറാണ്, അമ്മച്ചി നട്ട പയറാ. കൊറേ ഉണ്ടായിരുന്നു നേരത്തെ. ഇത് 12 മണി പയറല്ലേ? നമ്മൾ എറണാകുളത്ത് എന്തോരം നട്ടിരുന്നു. മിനി, തുമ്പീനെ കിട്ടിയോ? എന്തു പറ്റി? തുമ്പീനെ പിടിച്ചോ? പറന്നുപോയോ? അതിന്റെ പുറകിൽ പോയി പിടിച്ചോ.
ചെയ്തോണ്ട് എന്താ ചെയ്യുന്നത്? അപ്പം ഉണ്ടല്ലോ, അപ്പം ഒന്ന് ഉറങ്ങണം, ഉറക്കം തോന്നണം. അപ്പം നിങ്ങൾക്ക് എന്താ അറിയണം? നക്ഷത്രങ്ങളെ കുറിച്ച് അറിയണം. നക്ഷത്രങ്ങളെ കുറിച്ച് അറിയണം. ഞാൻ ടെലസ്കോപ്പ് ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ വാനനിരീക്ഷണം, ആസ്ട്രോണമി, സ്റ്റാർ ഗേസിംഗ് എന്നൊക്കെ പറയും, വാനനിരീക്ഷണം ചെയ്യുന്നുണ്ട്. അതിന് ഞാൻ ഉപയോഗിക്കുന്ന ടെലസ്കോപ്പ് ഉപയോഗിക്കുന്നുണ്ട്. അത് റിഫ്ലക്റ്റർ ടെലസ്കോപ്പ്, ന്യൂട്ടോണിയം റിഫ്ലക്റ്റർ ടെലസ്കോപ്പ്. നക്ഷത്രങ്ങളെ വാച്ച് ചെയ്ത് നിരീക്ഷിക്കുന്ന നല്ലൊരു ഹോബിയാണ് വാനനിരീക്ഷണം എന്ന് പറയുന്നത്. നിങ്ങൾ നക്ഷത്രങ്ങളെക്കുറിച്ച് ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞിരുന്നു. ഏറ്റവും കൂടുതൽ നക്ഷത്രങ്ങൾ ഏറ്റവും നന്നായിട്ട് വാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു മന്താണ് നവംബർ, ഡിസംബർ, ജനുവരി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഡിസംബറിലാണ് നിൽക്കുന്നത്. അതിൽ അറ്റ്മോസ്ഫിയർ ഹെയ്സ് എന്ന് പറയുന്നത്, സ്റ്റാർസ് സ്കൈ നല്ല ക്ലിയർ ആവുന്ന ടൈമാണ്. അപ്പോൾ കേൾക്കുന്നുണ്ടോ? സ്റ്റാർ വാച്ചിങ് ഇൻട്രസ്റ്റ് ഉണ്ടോ? സ്റ്റാർ വാച്ചിങ് ഒരു ഹോബിയായിട്ട് ഡെവലപ്പ് ചെയ്യണം. മനസ്സിലാണ്ടോ? അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ടെറസിൽ നിന്ന് നന്നായിട്ട് രാത്രി ഈവനിങ് സ്കൈ, ഓരോ ദിവസം ഈവനിങ് സ്കൈ നല്ല രസമാണ് കാണാനായിട്ട്. നമ്മൾ രാത്രി നോക്കുമ്പോൾ ചിമ്മി നിൽക്കുന്ന കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ. അതിൽ പല നക്ഷത്രങ്ങൾക്കും പല ഏജ് ഉണ്ട്. നിങ്ങൾക്കറിയാമോ അത്? പല നക്ഷത്രങ്ങൾക്കും പല ഏജ് ഉണ്ട്. നമുക്ക് ഏജ് പോലെ തന്നെ നക്ഷത്രങ്ങൾക്കും ഓരോ ഏജ് ഉണ്ട്. നക്ഷത്രങ്ങളുടെ ഏജ് നമ്മൾ കണ്ടുപിടിക്കുന്നത് നക്ഷത്രങ്ങളുടെ കളർ വെച്ചുകൊണ്ടാണ്. നക്ഷത്രങ്ങൾക്ക് ഓരോ കളറുണ്ട്. ഈ കളർ വെച്ചിട്ടാണ് നമ്മൾ നക്ഷത്രങ്ങളുടെ ഏജ് കണ്ടുപിടിക്കുന്നത്. ഉദാഹരണമായിട്ട് ബ്ലൂ കളർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂ ബോൺ ബേബി നമ്മൾ പറയുന്ന മാതിരി പുതിയതായിട്ടുണ്ടായ നക്ഷത്രം ലൈറ്റ് ബ്ലൂ, പിന്നെ വയലറ്റ് ആകും, പിന്നീട് അത് യെല്ലോ ആവും, പിന്നീട് അത് ഓറഞ്ച്, റെഡ്, ഇങ്ങനെ ഒരു കളർ പാറ്റേൺ ഉണ്ട്. അപ്പം നമ്മുടെ സൺ എന്താണ്? ആർക്കെങ്കിലും പറയാമോ? നമ്മുടെ സൺ എന്താണ്? ഇറ്റ്സ് എ സ്റ്റാർ. നമ്മുടെ സൺ എന്ന് പറയുന്നത് ഒരു നക്ഷത്രമാണ്. ആ നക്ഷത്രം എന്ത് കളറാണെന്ന് അറിയാൻ നിങ്ങൾക്ക് ആകാംക്ഷ ഉണ്ടാവില്ലേ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ അത് എന്ത് കളറാണ് നമ്മുടെ നക്ഷത്രം? യെസ്, യെല്ലോ കളർ, മഞ്ഞ നക്ഷത്രമാണ് നമ്മുടെ സൺ എന്ന് പറയുന്നത് നമ്മുടെ നക്ഷത്രം. ഈ നക്ഷത്രം ഏകദേശം മിഡിൽ ഏജ് ആയിക്കഴിഞ്ഞു, കുറച്ച് കഴിയുമ്പോൾ ഈ നക്ഷത്രം ഓഫായി പോകും. അതിന് ഇത്ര നാൾ കത്താനുള്ള ഹൈഡ്രജൻ ഗ്യാസ് മാത്രമേ ബാക്കിയുള്ളൂ. ആ ഹൈഡ്രജൻ ഗ്യാസ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അതങ്ങ് ഓഫായി പോകും. ലൈറ്റ് ഓഫ് ആണെന്ന് പറയും. ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്തായിരിക്കും സംഭവിക്കുന്നത്? ഈ സൺ ഓഫായി പോയാൽ ദ ലാസ്റ്റ് ഡേ ഓഫ് ദ സൺ, അല്ലേ? ദ ലാസ്റ്റ് ഡേ ഓഫ് ദ സൺ. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ലോകമില്ല. നമ്മുടെ ലോകം എക്സിസ്റ്റ് ചെയ്യുന്നത് തന്നെ, നിലനിൽക്കുന്നത് തന്നെ സൂര്യനെ ആശ്രയിച്ചിട്ടാണ്, ഡിപ്പെൻസ്, അല്ലേ? ആ ഡിപ്പെൻഡൻസി പോയാൽ പിന്നെ ഐസ് ഏജ് പോലെ കംപ്ലീറ്റ് പ്ലാന്റ്സ് എല്ലാം നശിഞ്ഞു പോകും. ദ ലാസ്റ്റ് ഡേ ഓഫ് ദ സൺ, അവർ സൺ. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ രാത്രി ആകാശം, ഞാൻ എക്സാമ്പിൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മൾ രാത്രി ആകാശത്ത് നോക്കുമ്പോൾ ഒറയോൺ എന്ന് പറയുന്ന ഒരു നക്ഷത്ര സമൂഹമുണ്ട്. ഒറയോൺ കോൺസ്റ്റലേഷൻ എന്ന് പറയും. ഈ ഒറയോൺ എന്ന് പറയുന്ന നക്ഷത്ര സമൂഹത്തിൽ 4 നക്ഷത്രങ്ങൾ സ്ക്വയർ ഷേപ്പിൽ നിൽക്കുന്ന 4 നക്ഷത്രത്തിൽ നടുക്ക് 3, നിങ്ങൾ രാത്രി കണ്ടിട്ടുണ്ടോ? അപ്പോൾ കണ്ടിട്ടുണ്ടോ 3 നക്ഷത്രങ്ങൾ അടുപ്പിച്ച് നിൽക്കുന്നത്? അടുപ്പിച്ച് 3 നക്ഷത്രം നിൽക്കുന്നത് അതാണ് പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഒരു ഷോർട്ട് കട്ടാണ്. 3 സ്റ്റാർസ് അടുപ്പിച്ച് നിൽക്കുന്നത്. ഇപ്പം നമുക്കൊരു 8 മണിയായി കഴിഞ്ഞാൽ നമ്മൾ ഈസ്റ്റ് ഡയറക്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ സ്റ്റാർ റൈസ് ചെയ്യുന്ന കോൺസ്റ്റലേഷൻ നമുക്ക് റൈസ് ചെയ്യുന്നത് കാണാം. ഈ ഒറയോൺ കോൺസ്റ്റലേഷനിൽ നമുക്ക് ഒരു നക്ഷത്രം റെഡ് അല്ലെങ്കിൽ ഓറഞ്ച് ആയിട്ട് നിൽക്കുന്നത് കാണാം. അത് ഏജായി ഡെത്തിൻ്റെ സ്റ്റേജ്. എങ്ങനെ ഒരു ഫേറ്റ് ഓഫ് എ സ്റ്റാർ എന്ന് പറയും. ഒരു നക്ഷത്രം അവസാനിക്കുന്നതിന് മുമ്പായിട്ട് അത് റെഡ് കളർ അല്ലെങ്കിൽ ഓറഞ്ച് കളറാകും. പിന്നെ അത് എക്സ്പ്ലോഡ് ചെയ്തിട്ട് ഒന്നില്ലെങ്കിൽ ഒരു സൂപ്പർനോവയോ അല്ലെങ്കിൽ, മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഇങ്ങനെ ഒരു ഫേറ്റ് ഓഫ് എ സ്റ്റാർ, ഒരു നക്ഷത്രത്തിൻ്റെ അവസാനം അങ്ങനെയാണ്. നമ്മുടെ നക്ഷത്രത്തിനും നമ്മുടെ സൂര്യനും അങ്ങനെ ഒരു ലാസ്റ്റ് ഡേ ഉണ്ട്. അപ്പോൾ ഈ നക്ഷത്രം നമ്മുടെ സൺ തന്നെ ഒരു യെല്ലോ സ്റ്റാറായി മാറി. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി യെല്ലോ സ്റ്റാർ ആയി കഴിഞ്ഞു. ഒറയോൺ കോൺസ്റ്റലേഷനിൽ തിരുവാതിര എന്ന നക്ഷത്രം, തിരുവാതിര, അതിൻ്റെ പേരതാണ്. അതൊരു ഓറഞ്ച് കളർ സ്റ്റാറാണ്. അതും ഏറ്റവും എൻഡ് ഡേയ്സിലാണ് അത് വന്നിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ആകാശത്ത് രാത്രി നോക്കിക്കഴിഞ്ഞാൽ നല്ല രസമാണ്. നമുക്ക് നക്ഷത്രങ്ങളുടെ ഏജ് കണ്ടുപിടിക്കാൻ പറ്റും. പല അതിൻ്റെ നിറം വെച്ചുകൊണ്ട്, കളർ വെച്ചുകൊണ്ട് അത് ഏത് ഏജ് ഗ്രൂപ്പാണ് നമുക്ക് പറയാൻ പറ്റും. രാവിലെ നമ്മൾ കാണുന്ന പലതും സ്റ്റാർസ് അല്ല. നമ്മൾ രാവിലെ കാണുന്നത് പലതും പ്ലാനറ്റ്സ് ആണ്. അത്
വളരെ സണ്ണിൻ്റെ അടുത്തുള്ള ഓർബിറ്റ്സിലുള്ള പ്ലാനറ്റ്സ് ആണ്. ഉദാഹരണമായിട്ട് വീനസ്, മെർക്കുറി, ഇതൊക്കെ നമ്മൾ രാത്രി കഴിഞ്ഞാൽ ഹൊറൈസണിൽ നമ്മൾ ചക്രവാളത്തിൽ പകലും അതുപോലെ തന്നെ ഏർലി മോർണിംഗും ജസ്റ്റ് ഈവനിങ്ങിലും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വളരെ ബ്രൈറ്റ് സ്റ്റാർസ് ആയിട്ട് നമുക്ക് കാണുന്നത് ശരിക്കും പറഞ്ഞാൽ അത് പ്ലാനറ്റ്സ് ആണ്. മനസ്സിലാവും. അപ്പോൾ ഈ പ്ലാനറ്റ്സ് നമ്മൾ പലപ്പോഴും കണ്ടു കഴിഞ്ഞാൽ സ്റ്റാർസ് ആയിട്ട് നമുക്ക് തെറ്റിദ്ധരിക്കും. മനസ്സിലാവില്ലേ? അപ്പോൾ ഇതാണ് നക്ഷത്രങ്ങളെക്കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. മനസ്സിലായോ? അപ്പോൾ മനസ്സിലായോ? അപ്പോൾ എന്താ മനസ്സിലായത്? നമ്മുടെ നക്ഷത്രത്തിന്റെ കളർ എന്താണ്? യെല്ലോ കളർ. മറക്കരുത് കേട്ടോ. ഓക്കെ, നിങ്ങൾ കളിച്ചു. ഞാൻ പോട്ടെ എന്നാ. ബൈ. അതെനിക്കൊന്ന് കാണിച്ചു തരുമോ? താനാവുക ഫ്രണ്ട് ആവുമോ? അതോ വെറുതെ പുളു അടിക്കുകയാണ്? പുളു ഒന്നുമല്ല, വേണേ കാണിച്ചു തരാം. എവിടെ എവിടെ? ഇനിയൊന്നും എറണാകുളത്ത് കാണാൻ പോലും കിട്ടില്ല. ഈ താറാവിന്റെ പേരെന്താ? ഇതിന്റെ പേര് തത്തു. നല്ല പേര്. അല്ല, മിന്നു സ്കൂളിൽ പോകുമ്പോൾ വരുമ്പോൾ ഈ തത്തു കാത്തു നിൽക്കുമെന്ന് പറയുന്നത് ശരിയാണോ? ശരിയാണ്. എന്തു പറ്റി? ഒരു ദിവസം രാത്രി മരപ്പട്ടി വന്ന് ഇതിന്റെ കൂടെ ഉള്ളതിനെ കടിച്ചോണ്ട് പോയി. അയ്യോ, ഇവിടെ മരപ്പട്ടി ഉണ്ടോ? അതിനൊരു ആനയുടെ വലിപ്പമുണ്ടോ? അജി അപ്പു, മരപ്പട്ടിയൊക്കെ ചെറുതാണ്. ഇവിടെ നിന്നും വാത്തയും കോഴിയും താറാവിനെ എല്ലാം പിടിച്ചത്. ആ കാണുന്ന വലിയ ഗേറ്റ് കണ്ടില്ലേ? അതിന്റെ പുറകിലാണ് പേപ്പർ മിൽ. അതിപ്പോൾ പൂട്ടിയിട്ട് വർഷങ്ങളായി. നമ്മുടെ വല്യപ്പ അവിടെയാണ് ജോലി ചെയ്തിരുന്നത്. ഇപ്പോൾ അത് തുരുമ്പിച്ച് കാട് പിടിച്ച് കിടക്കുകയാണ്. പന്നികൾ വരെ ഉണ്ടെന്നാണ് പറയുന്നത്. എന്നെ പുറത്തു കൊണ്ടുപോയി കാണിച്ചു തരുമോ? ഇത് പോയാൽ അത്ത വഴക്ക് പറയും. എന്നാലും ഞാൻ കാണിച്ചു തരാം, ബാ. അടുത്ത ആഴ്ച ദുബായിൽ പോകുമെന്ന് കേട്ടല്ലോ, ശരിയാണോ? അത്തായെ കാണാൻ പോകണം എന്നൊക്കെ ഉണ്ട്. പിന്നെ ബുർജ് ഖലീഫയൊക്കെ ഒന്ന് കാണണമെന്നും ഉണ്ട്.
വേൾഡിലെ ടോളസ്റ്റ് ബിൽഡിംഗ് അല്ലേ? പക്ഷെ ഈ വെക്കേഷന് എനിക്ക് അമ്മച്ചിയുടെയും വല്യാപ്പാടെയും കൂടെ നിൽക്കാനാണ് ഇഷ്ടം. എനിക്ക് ഇവിടുത്തെ ചെടികളും പൂക്കളും ശലഭങ്ങളും മരങ്ങളും കാറ്റും അതൊക്കെയാണ് എനിക്കിഷ്ടം. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പോയപ്പോൾ അവിടെ എനിക്ക് ധാരാളം ചോക്ലേറ്റ് കിട്ടി. അപ്പോ അധികം ചോക്ലേറ്റ് കഴിച്ചാൽ പല്ല് കേടാവും കേട്ടോ. ദുബായിൽ എവിടെ നോക്കിയാലും ഡെസേർട്ടും ടോൾ ബിൽഡിങ്സും മാത്രം, കൂടാതെ പൊടിക്ക. മിന്നു, എനിക്കൊരു മിന്നാമിന്നിനെ പിടിച്ചു തരുമോ? ശരി, വാ ടെറസിൽ പോകാം. ദേ, മിന്നാമിനിങ്ങിനെ കിട്ടി. എവിടെ കാണട്ടെ? എന്താ തിളങ്ങാത്തത്? അയ്യേ, അപ്പൂനൊന്നും അറിയത്തില്ല. നക്ഷത്രങ്ങൾ പോലുമില്ലേ രാത്രി തിളങ്ങുന്നത്. പാവം, നമുക്ക് ഇതിനെ തുറന്നു വിടാം. നമ്മളെ പോലെ ഇത് പാറിപ്പറന്ന് നടക്കട്ടെ. ശരിയാ, പാവം. നമുക്ക് എന്നെ മുകളിൽ കൊണ്ടുപോയി തുറന്നു വിട്ടേക്കാം. നമുക്കിതിനെ പറത്തിവിടാം.